ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ എത്തിയാൽ അവിടെ ചില കൗതുകകരമായ ചില ബോർഡുകളും ഫ്ലെക്സുകളും ചുവരെഴുത്തുകളുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. പോസ്റ്ററുകളൊക്കെ കാണാം. പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളും ബോർഡുകളുമൊക്കെയാണ്. വലിയ വലിയ ഹോർഡിങ്ങുകൾ മുക്കിലും മൂലയിലൊക്കെ വച്ചിട്ടുണ്ട്. ഇവിടെ പല വാർഡുകളിലും പ്രധാനമായും നിറഞ്ഞു നിൽക്കുന്ന ബോർഡുകളിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? തെരുവ് നായ്ക്കളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താം, ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ, തെരുവ് നായ് ശല്യം ഒഴിവാക്കൂ. ഇതാണ് പല ബോർഡുകളിലും എഴുതി വച്ചിരിക്കുന്ന വാചകം. ഇതാരാ വച്ചിരിക്കുന്നതെന്ന് അറിയണ്ടേ? ഇവിടുത്തെ രാജ്യം ഭരിക്കുന്ന BJP. അതായത് BJP സ്ഥാനാർത്ഥികളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ തെരുവ് നായ്ക്കളുടെ ശല്യമില്ലാതെ കിടന്നുറങ്ങാൻ സാധിക്കും, തെരുവ് നായ്ക്കളിൽ നിന്നും രക്ഷപ്പെടാം. നമ്മൾ വോട്ട് ചെയ്ത് അവരെ അങ്ങ് വിജയിപ്പിച്ചാൽ അവർ പിറ്റേ ദിവസം മുതൽ അവരിറങ്ങും തെരുവ് നായ്ക്കളെ പിടിക്കാൻ. തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ടാകുമ്പോൾ അവർ വന്ന് രക്ഷാകവചം സൃഷ്ടിക്കും. അവർ വന്ന് മുന്നിൽ നിൽക്കും. നമ്മളെ കടിക്കുന്നതിന് പകരം അവരെ അങ്ങ് കടിച്ചാൽ മതി. അങ്ങനെയായിരിക്കും അവരുദ്ദേശിച്ചിരിക്കുന്നത്. എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, BJPക്കാരോട് ഞാൻ ചോദിക്കുക, ഇതാരാ ഇവിടെ തെരുവ് നായ്ക്കളെ പിടിക്കരുതെന്നുള്ള ഉത്തരവ് കൊണ്ടുവന്നത് ആരാ? ഇവിടെ തെരുവ് നായ്ക്കളെ പിടിക്കുന്നതിന് എതിര് നിൽക്കുന്നത് ആരാ? നിങ്ങൾ BJP നേതാക്കൾ തന്നെയാണ്. BJP നേതാക്കളുടെ സംഘടനയും BJP നേതാക്കളും തന്നെയാണ് തെരുവ് നായ്ക്കളെ പിടിക്കുന്നതിനോ അല്ലെങ്കിൽ തെരുവ് നായ്ക്കളെ കൊല്ലുന്നതിനോ എതിര് നിൽക്കുന്നത്. കേന്ദ്രത്തിലെ കേന്ദ്രമന്ത്രിയായിരുന്ന മേനകാ ഗാന്ധി ഉണ്ടല്ലോ, മേനകാ ഗാന്ധിയും മേനകാ ഗാന്ധിയുടെ സംഘടനയുമാണ് അതിനെതിരെ നിൽക്കുന്നത്. അല്ല സംസ്ഥാന സർക്കാരോ ഇവിടുത്തെ CPMോ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കളോ ഒന്നുമല്ല. എന്തിനും ഏതിനും പിണറായി സർക്കാരിനെ കുറ്റം പറയുന്ന BJP നേതാക്കന്മാരെ നിങ്ങൾക്ക് ഈ മുദ്രാവാക്യം മാത്രമേ കിട്ടിയുള്ളൂ. തെരുവ് നായ്ക്കളുടെ ശല്യം ഒഴിവാക്കി തെരുവ് നായ്ക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണം പോലും. കഷ്ടം. ചാണകസംഖ്യകളെന്ന് പറയുന്നത് ഇതിനാ. ഇത്രയും ചാണകം നിങ്ങളുടെയൊക്കെ തലയിലുണ്ടോയെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. തെരുവ് നായ്ക്കളെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ തെരുവ് നായ്ക്കളെ പിടിക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങും അല്ലേ? നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ നിങ്ങളാദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ കേന്ദ്രത്തിൽ അതിനൊരു നിയമം കൊണ്ടുവരിക. തെരുവ് നായ്ക്കളെ പിടിക്കാനും തെരുവ് നായ്ക്കളെ കൊല്ലാനും വെടിവെച്ച് കൊല്ലാനോ അല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊല്ലാനോ എങ്ങനെ അവരെ കൊല്ലാൻ നിങ്ങൾ നിയമം കൊണ്ടുപോകാം. പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. പണ്ടൊക്കെ ഈ പഞ്ചായത്തുകളിലൊക്കെ അതിന് ആളിനെ വെച്ച് ചെയ്യുമായിരുന്നു. തെരുവ് നായ്ക്കളെ പിടിച്ചുകൊണ്ട് പോയി കൊല്ലുമായിരുന്നു. അവരെ കൊന്ന് തെരുവ് നായ്ക്കളെ കൊണ്ടുവന്ന് കുഴിച്ചിടാൻ സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടത് പറ്റുന്നില്ല? അതിന് ഏക കാരണം ഈ മേനകാ ഗാന്ധിയും അവരുടെ സംഘടനയുമാണ്. നിങ്ങളല്ലേ കേന്ദ്രം ഭരിക്കുന്നത്, നിങ്ങളുടെ നേതാവല്ലേ മേനകാ ഗാന്ധി. നിങ്ങളതിനെ നിയമം കൊണ്ടുപോവാ, എന്നിട്ട് പറ. കഷ്ടം. തെരുവ് നായ്ക്കളെ പിടിക്കുന്നതിന് പകരം നിങ്ങൾ വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലത്. ഓരോരോ ഉടായ്പെന്ന് പറയാനേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ, മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല.